നിങ്ങളല്ലേ വിശ്വസിക്കുന്നത് ഈ ഭൂമിയും പ്രപഞ്ചവുമെല്ലാം ഒരു സൃഷ്ടാവ് സൃഷ്ടിച്ചതാണ് എന്ന്? എന്നാൽ അത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവയെല്ലാം സ്വാഭാവികമായി രൂപം കൊണ്ടതാണ്. ഈ മനുഷ്യന്മാർ കണ്ടുപിടിച്ചിട്ടുള്ളത് വെറും 35 GB മാത്രമാണ് മെമ്മറി കാർഡ്. പക്ഷേ നമ്മുടെ ബ്രെയിൻ അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടുള്ളത് 2.5 മില്യൺ GB. ഹാർട്ട് ബീറ്റും ഇതൊക്കെ എത്ര പെർഫെക്ഷൻ ആയിട്ടാണ് അല്ലാഹു സൃഷ്ടിച്ചത്. അതേപോലെ സൂര്യൻ, ചന്ദ്രൻ, അല്ലാഹു പറയുന്നുണ്ട് ഖുർആനിലൂടെ അവരുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചിട്ടുള്ളത്, അവരുടെ ഹൃദയങ്ങളിലേക്കാണെന്ന്. ആളുകൾ ചോദിക്കുന്നുണ്ട്, ഈ ലോകത്തിനെ മനുഷ്യന്മാർ ഇതിനൊക്കെ ഒരു ദൈവം സൃഷ്ടിച്ചതാണെങ്കിൽ, ഒരു അല്ലാഹു സൃഷ്ടിച്ചതാണെങ്കിൽ അല്ലാഹുവിനെ ദൈവത്തിന് ആര് സൃഷ്ടിച്ചു? ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയില്ല. നീ അത് വിശ്വസിക്കുന്നുണ്ടല്ലോ, അതിന് വല്ല തെളിവോ മറ്റോ ഉണ്ടോ നിങ്ങൾക്ക്? ചിന്തിക്കണം, ഇത്ര വർഷങ്ങളായിട്ട് മനുഷ്യനേക്കാളും ബലമുള്ള ആനയും കുതിരയും ഈ ലോകത്തിലുള്ള എല്ലാ പ്രാണികളും പക്ഷികളും മരങ്ങളും ഒക്കെ മനുഷ്യനെ ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല. അതിന് വേണ്ടതുപോലെ മനുഷ്യനെ ഒരിക്കലും ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ മനുഷ്യനായ നമ്മൾ, ആനയെക്കാളും എത്രയോ ബലവും ശക്തിയും കുറവുള്ള ഈ മനുഷ്യനായ നമ്മൾ ആ വലിയ ആനയിനെയും കുതിരനെയും ഒട്ടകത്തിനെയും നിസ്സാരമായി നമ്മൾ വാഹനമായിട്ടും അതേപോലെ നിസ്സാരമായിട്ട് നമ്മൾ എന്തിനൊക്കെ ആവശ്യമുണ്ടോ അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ നിങ്ങൾ കാണുന്ന സൂര്യൻ, ചന്ദ്രൻ, ഇതൊക്കെ നമ്മൾക്ക് വേണ്ടിയിട്ടാണുള്ളത്. ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ഇത്രത്തോളം അനുയോജ്യമായ രൂപത്തിൽ ഗസ്റ്റ് നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഗസ്റ്റിന് വേണ്ടി എല്ലാം ഉണ്ടാക്കി വെക്കുന്നത് പോലെ ഇതൊക്കെ ഒരു മനുഷ്യനായ നമ്മൾക്ക് വേണ്ടി ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാണിക്കും മനുഷ്യനും ഒരേ തുല്യതയാണ് ഉള്ളത്. മനുഷ്യന് അപാരമായ ബുദ്ധിയും കൊടുത്തു. മനുഷ്യന്റെ മുമ്പിൽ എന്തോ ഒരു ലക്ഷ്യബോധ്യം എന്തോ ഒന്നുണ്ട്. ഈ മനുഷ്യൻ എന്തോ പ്രത്യേകത ഉണ്ട്. മനുഷ്യന് മുമ്പിൽ എന്തോ ഒരു ലക്ഷ്യബോധ്യമുണ്ട്. ചിന്തിക്കണം, ഇതിന്റെയൊക്കെ പിന്നാലെ ഒരു സൃഷ്ടാവുണ്ട്, ഒരു ക്രിയേറ്റർ ഉണ്ട്. അത് ആരാണ്? ഇതൊരിക്കലും ഒരു മനുഷ്യനാവാൻ പറ്റും. ആളുകൾ ചോദിക്കുന്നുണ്ട്, ഈ ലോകത്തിനെ മനുഷ്യന്മാർ ഇതിനൊക്കെ ഒരു ദൈവം സൃഷ്ടിച്ചതാണെങ്കിൽ, ഒരു അല്ലാഹു സൃഷ്ടിച്ചതാണെങ്കിൽ അല്ലാഹുവിനെ ദൈവത്തിന് ആര് സൃഷ്ടിച്ചു? എത്ര മണ്ടത്തരമായ ചോദ്യമാണ്. ജനനവും മരണം ഉണ്ടാവുന്ന ഒരാളെയല്ലേ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. ആ ജനനവും മരണവും ഇല്ലാതെ ഈ കാലത്തിന് മുമ്പും കാലം കഴിഞ്ഞാലും ഈ കാലത്തിന് മുമ്പ് ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അവന് ജനനമില്ല. അവൻ ദൈവമാണ്. ഒരു ദൈവത്തിന് ജനനമുണ്ടെങ്കിൽ അത് എവിടെ എത്തിക്കുന്നു വെച്ചാൽ ആ ഒരു ദൈവത്തിന് ആര് സൃഷ്ടിച്ചു? ആ ഒരു ദൈവത്തിന് ആര് സൃഷ്ടിച്ചു? ഇങ്ങനെ ആ പരമ്പര ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. സൃഷ്ടാവ് എന്ന് ഉദ്ദേശിക്കുന്നത് അവന് ജനനം ഉണ്ടാവാൻ പാടില്ല, മരണവും ഉണ്ടാവാൻ പാടില്ല, അവന് കുട്ടികളും ഉണ്ടാവാൻ പാടില്ല, അവൻ ഏകനായിരിക്കണം. അതാണ് ദൈവം. ജനനം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ആര് സൃഷ്ടിച്ചു എന്നൊരു ചോദ്യം അവിടെ വരികയുള്ളൂ. പക്ഷേ അല്ലാഹുവിന് ജനനമില്ല, മരണമില്ല. നീ അത് വിശ്വസിക്കുന്നുണ്ടല്ലോ, അതിന് വല്ല തെളിവോ മറ്റോ ഉണ്ടോ നിങ്ങൾക്ക്? പറഞ്ഞിട്ടില്ലേ, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ച് അവന് ഇഷ്ടം ഉള്ളതുപോലെ നിങ്ങളെ രൂപപ്പെടുത്തുന്നതും അല്ലാഹു അല്ലേ. ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. അവനല്ലാതെ മറ്റൊരു ദൈവവും ഈ ലോകത്തില്ല എന്ന് അല്ലാഹു ഖുർആനിലൂടെ പറയുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ആരുടെ ഗർഭപാത്രത്തിൽ, ഏത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കണമെന്ന് പോലും അതിന്റെ അധികാരം പോലും നമ്മൾക്കില്ല. നീ ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ജനിച്ചുവെന്ന നീ, നിന്റെ ഡിസിഷൻ, നിന്റെ ഒരു ഇഷ്ടം കൊണ്ടാണോ നീ ആ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ജനിച്ചു വീഴുന്നത്? അല്ലാഹു പറയുന്നുണ്ട് ഖുർആനിലൂടെ അവരുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചിട്ടുള്ളത്, അവരുടെ ഹൃദയങ്ങളിലേക്കാണെന്ന്. അതുപോലെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഖുർആനിൽ പ്രപഞ്ചത്തിലെ ഓരോ അത്ഭുതങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നു എന്ന്. പക്ഷേ അതെല്ലാം ശാസ്ത്രം കണ്ടുപിടിച്ച കാര്യം തന്നെയല്ലേ? ഇതെങ്ങനെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സയൻസോ ടെക്നോളജിയോ ഇല്ലാത്ത കാലം അവർക്ക് വായിക്കാനോ എഴുതാനോ അറിയാതെ ഒരു മനുഷ്യൻ ഇതെങ്ങനെ സാധിക്കുന്നു? ലോകത്ത് ദൈവമില്ല, മരണം കഴിഞ്ഞിട്ട് ഒരു ലോകമില്ല എന്ന ആളുകൾ പറയുമ്പോൾ ഒരു എക്സാമ്പിൾ അവരോടൊപ്പം, ഇവിടെ സഹോദരങ്ങളെ, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 2 കുട്ടികളുണ്ടായിരുന്നു. ട്വിൻസാണ് രണ്ടുപേരും. അതിൽ ഒന്ന് ദൈവത്തിനെ വിശ്വസിക്കുന്ന ഒരു കുട്ടി, പിന്നൊന്ന് ദൈവത്തിനെ വിശ്വസിക്കാത്ത ഒരു കുട്ടി. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. ആ വിശ്വസിക്കുന്ന കുട്ടി മറ്റു കുട്ടിയോട് പറയാണ്, നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് ശാശ്വതമല്ല, ഗർഭപാത്രം എന്ന് പറയുന്നത് ശാശ്വതമല്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു പുറമേ ഒരു ലോകമുണ്ട്. ഇവിടെ മാതാപിതാക്കളുണ്ട്, പാരന്റ്സ് ഉണ്ട്, കുടുംബമുണ്ട്, ആകാശങ്ങളുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ഭൂമിയുണ്ട്, ആകാശമുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ആ കുട്ടിയോട് പറയുമ്പോൾ മറ്റു കുട്ടിയോട് ഈ കുട്ടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എന്താ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? അവിടെ പോയവർ ആരെങ്കിലും നിന്നോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യം. ഇതേ ചോദ്യമല്ലേ മരണം കഴിഞ്ഞിട്ട് ഒരു ലോകമുണ്ട് എന്ന് പറയുമ്പോൾ ആളുകൾ നമ്മളോട് ചോദിക്കുന്നത്, അത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അവിടെ പോയവരാരെങ്കിലും ഉണ്ടോ? ഖുർആൻ പറയുന്നത് പോലെ ചിന്തിക്കുന്ന ആളുകളുടെ മുമ്പിൽ ദൃഷ്ടാന്തമുണ്ട് എന്നാണ്.